18ാമത്തെ ഓവറും 19ാമത്തെ ഓവറിനുള്ളിലായിട്ട് ഈ കളി ഫിനിഷ് ചെയ്യാനായിരുന്നു പ്ലാന്. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ആ ഒരു ഓവറിനുള്ളിൽ കളി വിജയിക്കാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മത്സരശേഷം നമ്മൾ റിയാൻ പരാഗിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. അതായത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഞാൻ എന്താ പറയുക സംഭവമാണ്. ഇവൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിട്ടില്ലായിരുന്നു. ഒരു ക്യാപ്റ്റനാണ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം. ഇവൻ അത്യാവശ്യം ഒരു മെച്യൂരിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ജുഡലിനെ പോലെ അങ്ങനെ അത്ര അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അല്ലെങ്കിൽ ഇവൻ അവസാനം വരെ കളി ജയിപ്പിച്ച് ഇത്ര ഡയലോഗ് അടിക്കണമെന്നുണ്ടെങ്കിൽ കളി ജയിപ്പിക്കേണ്ടതായിട്ട് ഇവന് വരണ്ടേ. എന്തായാലും വളരെ മോശം. കളി തോറ്റ ശേഷം ഒരു വലിയൊരു വീരവാദം മുഴക്കിയിരിക്കുക. 18ാമത്തെ 19ാമത്തെ ഓവറിനുള്ളിൽ കളി ഫിനിഷ് ചെയ്യാനായിരുന്നു പദ്ധതി. പക്ഷെ അത് നടന്നില്ല. അതങ്ങനെ കളി ഇങ്ങനെ പിന്നെ IPL അതങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. എന്തായാലും എന്താ പറയാ, വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പരാഗിന്റെ ക്യാപ്റ്റൻസി ആദ്യം എന്താ പറയാ, ബോളർമാരെ യൂസ് ചെയ്ത രീതിയും ഇതെല്ലാം ഓക്കെ. പക്ഷെ എന്താ പറയേണ്ടതറിയില്ല, ഈ ഫിനിഷിങ്ങിലേക്ക് ഇവൻ ഇത്രയും വീരവാദം മുഴക്കുന്നുണ്ടെങ്കിൽ ഒരു മെച്യൂരിറ്റിയും ഫിനിഷിങ്ങിൽ കാണിക്കണ്ടേ. ഇവൻ അവസാനം വരെ നിന്ന് കളി ഫിനിഷ് ചെയ്തിട്ട് കാണുന്നതിൽ ആണത്തം. അനായാസം ജയിക്കാനുള്ള കളിയൊക്കെ ലക്നൌക്ക് ഫ്രീ ആയിട്ട് 2 പോയിന്റ്, കഴിഞ്ഞ കളി ഡൽഹിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഫിനിഷിങ്ങിലെ പോരായ്മ അത് തന്നെയാണ്. ഫിനിഷിങ്ങിലെ പോരായ്മ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം ടീമിന്റെ പെർഫോമൻസ്. ഈ സീസണിൽ ഇനി ഒരു ഹോപ്പ് എനിക്ക് തോന്നുന്നില്ല. ഇനി 8 കളി കഴിഞ്ഞു, ഇനിയും 6 മത്സരങ്ങളോളം ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു കംബാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ടീം വെച്ച്.